السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قد قال الله تعالى في محكم الكتاب وإذا مس الإنسان الضر دعانا لجنبه أو قاعدا أو قائما فلما كشفنا عنه ضره مر كأن لم يدعنا إلى ضر مسا كذلك زين للمسرفين. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ തൊത്തിക്കൊത്ത് ജീവിതം നയിച്ച് വിശുദ്ധരിൽ വിശുദ്ധരായി ഭൂതലം വിട്ടുപിരിയാൻ അനുഗ്രഹം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ, പ്രാർത്ഥനകളിൽ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമ്മെയും നമ്മുടെ കുടുംബത്തെയും തേടിയെത്തുന്ന വിവിധങ്ങളായ രോഗങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മനുഷ്യൻ പൊതുവെ ദുഃഖവും സങ്കടവും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുമായി നിരന്തര ബന്ധം പുലർത്താറുള്ളത്. സുഖവും സന്തോഷവും വന്നു കഴിഞ്ഞാൽ അതുള്ളപ്പോൾ പലപ്പോഴും ആളുകൾ അള്ളാഹുവിങ്കിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുന്നത്. അത് മനുഷ്യരെ പറ്റിയാണ്. മനുഷ്യരിൽ വിശ്വാസികൾ അങ്ങനെയല്ല, മനുഷ്യർ അങ്ങനെയാണ്. ദുഃഖവും സങ്കടവും രോഗങ്ങളും പ്രയാസങ്ങളുമൊക്കെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ അപ്പോൾ പള്ളിയുണ്ടാകും, അള്ളാഹു ഉണ്ടാകും, പ്രാർത്ഥനയുണ്ടാകും, എളിമയുണ്ടാകും, ഭയമുണ്ടാകും, അള്ളാഹുവിനോട് അടുപ്പമുണ്ടാകും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്ത് യൂനിസിലെ 12-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. വഇദാ മസ്സൽ ഇൻസാൻ അല്ലുർ, മനുഷ്യന്മാർക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും ബാധിച്ചാൽ അല്ലാഹ് പറയാണ്, ദആന, നമ്മോടവൻ പ്രാർത്ഥിക്കുകയായി, ലി ജൻബി, അവൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കും, കിടന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹിനോട്. ഔ കായിദൻ, ഇരിക്കുമ്പോൾ, ഔ കായിമൻ, നിൽക്കുമ്പോൾ, ഇരുത്തത്തിലും നൃത്തത്തിലും കിടത്തത്തിലുമൊക്കെ അള്ളാഹിനോട് ദ്വാരക്കുകയാണ്. എന്നിട്ട് അള്ളാഹ് പറയാം, ഫലമ്മ കശഫ്ന അൻഹു ളുറ, അവൻ്റെ ആപത്ത് അള്ളാഹു നീക്കിക്കൊടുത്താൽ, മറ കഅല്ലം യദ്ഉന ഇലാ ളുറിൻ മസ, അവന് ബാധിച്ച ആപത്തിന് അവൻ നമ്മോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെയാണ് പിന്നെ ജീവിതം. പിന്നെ അവൻ്റെ ജീവിതം ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെയാണ്. പരിശോധിച്ച് നോക്കി ഞാനും നിങ്ങളും. പ്രയാസങ്ങൾ വരുമ്പോൾ റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും അങ്ങേയറ്റം നിഷ്കളങ്കമായി ആത്മാർത്ഥമായി
കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഹൃദയം മറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ആ പ്രയാസം അല്ലാഹു നീക്കിത്തന്നാൽ, ദുരിതം നീക്കിത്തന്നാൽ, ആ രോഗം മാറ്റിത്തന്നാൽ നമ്മളുടെ പാടുമാറും. അതാണ് അല്ലാഹ് പറഞ്ഞത്, മറ കല്ലം യദുനായില ലുറിൻ മസ. ബാധിച്ച ആപത്തുള്ളപ്പോൾ നമ്മളോട് പ്രാർത്ഥിച്ചത് അവർ മറന്നുപോയി. തുടർന്ന് അല്ലാഹു പറയുന്നു, കദാലിക സുയ്യിനലിൽ മുസ്രിഫീൻ. അങ്ങനെ പ്രവർത്തിക്കുന്നത് ഭൂമിയിൽ ദുർവ്യയം ചെയ്യുന്ന ആളുകളാണ്. ഭൂമിയിൽ നല്ലൽക്ക് ജീവിക്കണമല്ല, ദുർവ്യയം ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. സുയ്യിന, അലങ്കാരമാക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്കത് അലങ്കാര. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വന്ന പള്ളിയുമായി നിരന്തര ബന്ധം, അള്ളാഹുമായി നിരന്തര ബന്ധം, പ്രാർത്ഥന നിരന്തരമായി നിർവഹിക്കുന്നു. അങ്ങേറ്റത്തെ വിനയവും ഭയവും പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യും. മാറിക്കഴിഞ്ഞാൽ അപ്പം സ്വഭാവം മാറും. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനിസിൽ പറഞ്ഞെങ്കിൽ സൂറത്ത് സുമറിൽ അതേ വിഷയം അള്ളാഹു ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. വൈദാ മസൽ ഇൻസാനുൽ ഉറുൻ ദആ റബ്ബഹു മുനീബൻ ഇലൈഹി. ആപത്ത് ദുരിതം അവനെ ബാധിച്ചാൽ ദആ റബ്ബഹു, അവൻ റബ്ബിനോട് ദുആ ചെയ്യുകയായി. മുനീബൻ ഇലൈഹി, അങ്ങേറ്റത്തെ പശ്ചാത്താപത്തോടു കൂടി ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇനി എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടാവുകയില്ല പടച്ചോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ദ്വാരക്കുക. പലപ്പോഴും നമുക്ക് അപകടങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് വന്നത് ഇതുകൊണ്ടാണോ, ഈ പ്രയാസം എനിക്ക് വന്നത് ഇതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ ആ തെറ്റ് ചെയ്തുകൊണ്ടാണോ ഈ ദുരിതം എൻ്റെ മേൽ വന്നത്? അങ്ങനെ നിങ്ങൾ കണക്കൂട്ടും. അപ്പം അങ്ങനെ കണക്കൂട്ടുമ്പോൾ ദആ റബ്ബഹു മുനീബൻ ഇലൈഹി, അങ്ങേയറ്റത്തെ തൗബയോടുകൂടി ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അള്ളാഹിനോട് ദ്വാരക്കും. സുമ്മ ഇദാ ഹവ്വലഹു നിഅമത്തൻ മിൻഹു, അള്ളാഹു ആ പ്രയാസം നീക്കിക്കൊടുത്ത് ഒരനുഗ്രഹവും കൂടി കൊടുത്താലോ, നസിയമാക്കാൻ യദൂ ഇലൈഹി മിൻ ഖബൽ, ഇപ്പോൾ ഇതിന് മുമ്പ് പ്രാർത്ഥനയൊക്കെ മറന്നുപോയി, പിന്നെ ജീവിതം അല്ലാഹ്ക്കില്ല. ഒരു 90% ആളുകളുടെയും അവസ്ഥ അതാണ്, അല്ലേ? എന്നാൽ വിശ്വാസികൾ അങ്ങനെയല്ല. വിശ്വാസികൾ പഠിക്കുന്നത് എങ്ങനെ? റസൂല പഠിപ്പിച്ചു, അദ്ദുആ ഇബാദത്തുൻ അലീമ, പ്രാർത്ഥന വമ്പിച്ച ആരാധനയാണ്. നിങ്ങൾ നിർവഹിക്കുന്ന എല്ലാ ഇബാദത്തുകളെക്കാളും അലീമായ മഹത്തരമായ ഇബാദത്താണ് പ്രാർത്ഥന. തഹക്കത്ത് ബിനിൽ ഉംനിയാത്തി ബിഹൽ ഹയാത്ത്, ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടും പ്രാർത്ഥനയിലൂടെ. നമ്മളുടെ ആഗ്രഹങ്ങൾ മോഹങ്ങളും സഫലീകരിക്കാൻ പ്രാർത്ഥന അനിവാര്യമാണെന്നാണ് റസൂല പറയുന്നത് കേട്ടോ. എന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന മുസ്ലിമിൻ്റെ മനസ്സിനെ പറ്റി റസൂല പറയാം, ഇജ്അൽ കൽബക മസ്ജിദ, നിൻ്റെ മനസ്സൊരു പള്ളി പോലെ ആവണം. വിശ്വാസിൻ്റെ മനസ്സ് ഒരു പള്ളി പോലെ ആവണം. പള്ളിയിലിരിക്കുന്ന നിങ്ങളുടെയും എൻ്റെയും ഓരോരുത്തരുടെയും മനസ്സും ഒരു പള്ളി പോലെ. പള്ളിയിലാണ് നമ്മളുള്ളത്, പക്ഷെ നമ്മളെ മനസ്സും പള്ളി പോലെ. അതെന്താ അതിൻ്റെ അർത്ഥം? പള്ളി എന്ന് പറഞ്ഞാൽ വിശുദ്ധമാണ്, തൊഹൂറാണ്, അല്ലേ? അതുപോലെ കൽബ് എന്തായിരിക്കണം? ദുആ ചെയ്യുന്ന ആളുടെ മനസ്സ് തൊഹൂറായിരിക്കണം. പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അസൂയയില്ലാത്ത ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യുന്നർത്ഥം. ഒരുവിധം ആളുകൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ടാവും, പക്ഷെ അല്ലാഹു കബൂലാക്കൂല, വല്ലാതെ പ്രയാസപ്പെടും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആ യറുദ്ദുൽ ഖലാ, അള്ളാഹിൻ്റെ ഖലാഇനെ വരെ, വിധിയെപ്പോലും തടുക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. അത്ര അനുഗ്രഹീതമാണ്. അത്രയും അതിനെന്ത് വേണം? ഫദ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനോട് നിഷ്കളങ്കമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, എങ്കിലേ ആ അവസ്ഥയിലേക്ക് എത്തൂ. അപ്പോൾ പള്ളി പോലെ ആകണം മനസ്സ്. പറഞ്ഞാൽ രണ്ടാമത്തൊരു കാര്യം എന്താ? അല്ലാഹ് പറഞ്ഞെന്താ? അന്നൽ മസാജിദ ലില്ല, പള്ളികളൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? പള്ളിയുടെ ഫലാ തദ്ഉ മഅല്ലാഹി അഹദൻ, അള്ളാഹുവിൻ്റെ കൂടെ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തൊരു സ്ഥലം, അതുപോലത്തെ ഒരു മനസ്സും അങ്ങനെയുണ്ട്. പള്ളിയിൽ അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഈ മനസ്സുള്ള ഒരാളോ അള്ളാഹു അല്ലാത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കൂല. അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചാലോ യഹ്ബത്തൻ അമലും, എല്ലാ അമലും പൊളിഞ്ഞു പോകും. പള്ളിയായ കൽബിൽ നിന്ന് ദ്വാരക്കേണ്ട പ്രാർത്ഥന അള്ളാഹിനോടായിരിക്കണം. അള്ളാഹു അല്ലാത്തൊരാളോട് വിളിച്ച് പ്രാർത്ഥിച്ചാലോ ഒലക്കത് ഊഹിയ ഇലൈക്ക വൈലൽ ലദീന മിൻ ഖബലിക, മുഹമ്മദെ നിനക്കും നിനക്ക് മുമ്പ് അള്ളാഹു അയച്ച മുഴുവൻ പ്രവാചകന്മാർക്കും അള്ളാഹു വഹീ കൊടുത്തിട്ടുണ്ട്. ലഇൻ അശ്റക്ത ലയഹ്ബത്തൻ അമലുക, അള്ളാഹു അല്ലാത്തോട് വിളിച്ചു പ്രാർത്ഥിച്ച ശിർക്ക് എന്ന പ്രവർത്തനം നിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ ലയഹ്ബത്തൻ അമലുക, നിന്റെ ബാക്കി സർവസ്വ അമലുകളും പൊളിഞ്ഞു പോകും.
നമ്മളുടെ നിസ്കാരം മാത്രമല്ല, നമ്മളുടെ ഹജ്ജ് മാത്രമല്ല, നമ്മളുടെ എല്ലാം പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇജ്അൽ ഖൽബക മസ്ജിദ്, എൻ്റെ മനസ്സ് പള്ളി പോലെ ആവുന്ന പറയുന്നത്. പള്ളി അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാത്തൊരു സ്ഥലമാണ്. ആ കൽബിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന വരില്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, അള്ളാഹു പറയുന്നത് എന്താ, പ്രാർത്ഥിക്കാതിരുന്നാലോ, നിങ്ങൾ അള്ളാഹിനോട് ദ്വാരക്കാതിരുന്നാലോ അള്ളാഹ് പറയാ, കുൽ നബിയെ പറഞ്ഞേക്കൂ, മാ യഅബൂബിക്കും റബ്ബി ലൗലാ ദുആഉക്കും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂൻ ലിസാമ. സൂറത്ത് ഫുർഖാനിലെ അവസാനത്തെ ആയത്താണ്. എന്താ അള്ളാഹ് പറഞ്ഞത്, കുൽ നബിയെ സമൂഹത്തോട് പറയുക, നിന്റെ സഹാബികളോട് നീ പറഞ്ഞേക്ക്, മാ യഅബൂബിക്കും റബ്ബി, എൻ്റെ റബ്ബ് പരിഗണിക്കൂല. അത് പറഞ്ഞാള് പരിഗണിക്കൂല. ലൗലാ ദുആഉക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥന നിർത്തിവെച്ചാൽ അള്ളാഹു പിന്നെ നിങ്ങളെ പരിഗണിക്കൂല. ഫഖദ് കദ്ദബ്തും, എന്നാൽ നിങ്ങൾ പ്രാർത്ഥന നിർത്തിവെച്ച് അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്നാലോ ഫസൗഫ യകൂൻ ലിസാമ, ദുആ ചെയ്യാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും, ശിക്ഷയാൽ പിടികൂടും. ഇതാ ഖുർആൻ പറഞ്ഞത്. അപ്പം ദുആ ചെയ്യാതിരിക്കുക, നമ്മളിപ്പോൾ സാധാരണ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ദ്വാരക്കൂല ഉണ്ടാവുമോ? നമുക്കൊരു രോഗമില്ല, ഒരു പ്രയാസവും ഇല്ലെങ്കിൽ എന്തെയില്ല, അള്ളാഹിനോട് ദ്വാരക്കൂല. എനിക്കിപ്പോൾ എന്ത് പറയാനോ ഒന്നുമില്ലല്ലോ, രോഗമില്ല, സാമ്പത്തിക പ്രശ്നങ്ങളില്ല, കുടുംബ പ്രശ്നങ്ങളില്ല, ജോലി സംബന്ധമായ പ്രശ്നങ്ങളില്ല, പിന്നെ ഞാൻ എന്തിനാ ദ്വാരക്കണം അല്ലേ? അങ്ങനെ ചെയ്താൽ ഫസൗഫ യകൂൻ ലിസാമ, ശിക്ഷ കൊണ്ട് പിടികൂടും. വിഷയം മനസ്സിലായോ? അപ്പം ദുആ ചെയ്യുക എന്ന് പറയുന്നത് അത്ര അനുഗ്രഹീതമായിരിക്കണം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്. നബി പ്രാർത്ഥിച്ചാൽ എന്താ അറിയോ, എല്ലാ മുസീബത്തും തടുക്കാൻ നബി പ്രാർത്ഥിക്കുകയാണ്. ആര്? ലോകത്ത് അഷ്റഫുൽ ഖൽഖ് എന്ന് നമ്മൾ പറയുന്ന ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യമായി അള്ളാഹു അയച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന നിരന്തരമായി പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ, പടച്ചവനെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ വന്നാൽ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ആ പ്രയാസങ്ങൾ അനുഭവിക്കാനുള്ള താക്കത്ത് പടച്ചവനെ നൽകണം. ദർക്കി ഷക്കാ, നിർഭാഗ്യം പിടികൂടുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. സൂഇൽ ഖലാ, ദുർവിധി എൻ്റെ നേരെ ഇറങ്ങുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവെ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. ഷമാത്തത്തിലായതാ, എനിക്ക് ദുരിതം ബാധിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ ഒരുപാട് ദുആ ചെയ്യാറുണ്ട്, പക്ഷെ നമ്മളുടെ ആവശ്യങ്ങളൊന്നും നടക്കാറില്ല. അതുകൊണ്ടാണ് റസൂൽ എന്ത് പറഞ്ഞത് അറിയോ, ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, സുഖസൗകര്യങ്ങൾ ഉള്ളപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, രോഗവുമില്ല, പ്രയാസങ്ങളുമില്ല, ആ സമയത്ത് നിങ്ങൾ നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ റസൂൽ പറയാൻ, മൻ സർറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു, സന്തോഷവേളയിൽ ഒരാൾ അള്ളാഹിനോട് നിരന്തരമായി ദ്വാരക്കുകയും അയാൾ ആഗ്രഹിക്കുകയും ചെയ്തു. മൻ സർറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു, തനിക്ക് അള്ളാഹു ഉത്തരം നൽകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. എപ്പോൾ? ഇന്ദ ശദായിദ്, വിഷമഘട്ടത്തിൽ, ഉൽ കർബ്, സങ്കടവും വിഷമഘട്ടത്തിലുമൊക്കെ നിന്റെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഫൽ യുക്സിർ അദ്ദുആ ഫിർ റഹാ, നിങ്ങളുടെ സുഖവും സന്തോഷവും ആനന്ദവുമുള്ള വേളയിൽ നിങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. സന്തോഷം കൂടുമ്പോൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കാൻ വേണ്ടേ? നമ്മളോ സന്തോഷം കൂടിയാൽ പിന്നെ ഇട്ടെറിഞ്ഞ് പോവുകയ്യ. ഇനിയൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ ആരോട് പറയാനാ? അസുഖം ഉണ്ടാവുമ്പോഴോ, പടച്ചോനെ രോഗം വന്നിരിക്കുന്നു, മാറ്റിക്കൊണ്ട പടച്ചോനെ അല്ലേ? ഇപ്പം ഒരുവിധം ആളുകൾ, നമ്മളിപ്പോൾ ഒരു 40-50 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് എന്തായിരുന്നാലും നിരന്തരമായ പലതരം രോഗങ്ങളുണ്ടാവും, ഒന്നല്ലേ ഒന്ന് ഒഴിയാതെ ഉണ്ടാവും. അപ്പോഴോ നമ്മൾ പ്രാർത്ഥന തുടങ്ങും. ഈ 40 താഴെയുള്ളവരോ, ഓൾക്ക് അങ്ങനെ വലിയ രോഗങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കലുമില്ല. അതിന് എന്താ ഉണ്ടാകുക? ശിക്ഷ ഉണ്ടാവും അല്ലേ? സൗഫ യകൂൻ ലിസാമ, ശിക്ഷയിലൂടെ പിടികൂടുന്ന അല്ല പറഞ്ഞ്, പിടികൂടുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് എന്ത് വേണം? അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. അത് എപ്പോൾ പ്രാർത്ഥിക്കണം? നമുക്ക് വിഷമഘട്ടത്തിലും സങ്കടങ്ങളിലും അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കബൂലാക്കണമെങ്കിൽ ഫൽ യുക്സിർ അദ്ദുആ ഫിർ റഹാ, നല്ല ഐശ്വര്യവേളയിൽ സന്തോഷവും ആനന്ദവും കളിയാടുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. അതോടൊപ്പം തന്നെ പ്രാർത്ഥിച്ചാൽ പോരാ, റസൂലുള്ള പറയണം, ഉദ്ഉല്ലാഹ് വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അള്ളാഹിനോട് ദ്വാരക്കുമ്പോൾ
വാൻതും മൂക്കിനൂന ബിൽ ഇജാബ, അള്ളാഹു ഉത്തരം തരുമെന്ന ദൃഢപ്രതീക്ഷയോട് ചെയ്യണം. ദൃഢപ്രതീക്ഷ വേണം. അല്ലാണ്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചുള്ള പ്രാർത്ഥന അല്ല. അള്ളാഹു മാറ്റിത്തരികയാണെങ്കിൽ മാറ്റി തന്നോട്ടെ, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളല്ല പരിഹരിക്കുകയാണെങ്കിൽ പരിഹരിച്ചോട്ടെ, അങ്ങനെയല്ല. മൂക്കിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോട്ട് എന്ന് മാത്രമല്ല റസൂൽ തുടരുകയാണ്. ഫഅലമു, നിങ്ങൾ അറിയണേ, അന്നല്ലാഹ ലാ യസ്തജീബു ദുആ മിൻ ഖൽബിൻ ഗാഫിൽ ലാഹിൻ, അശ്രദ്ധമായ മനസ്സിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥനയും അള്ളാഹു കബൂലാക്കൂല. അള്ളാഹുമായി കണക്ട് ചെയ്യാത്ത, നേരത്തെ പറഞ്ഞതുപോലെ ഇജ്അൽ കൽബക മസ്ജിദ, എൻ്റെ മനസ്സ് പള്ളി പോലെ ആക്കാതെ നീ ദ്വാരുന്നാൽ നിന്റെ പ്രാർത്ഥന അള്ളാഹു ശ്രദ്ധിക്കൂല. കാരണം പള്ളി പോലെ ആകാത്ത ആളുടെ പ്രാർത്ഥന അശ്രദ്ധമായിരിക്കും. ഓലിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ പറയും, പഠിച്ചോനെ എൻ്റെ ശരീരത്തിന് വല്ലാത്ത വേദന ഉണ്ട്, മാറ്റി തരണേ പഠിച്ചോനെ, അല്ലെ എൻ്റെ കുട്ടികൾ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് പഠിച്ചോനെ, രോഗമൊന്നുമില്ല, അവർക്ക് ജോലി കൊടുക്കണേ, ഞാനും എൻ്റെ കുടുംബവും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അവസരം തരണേ പഠിച്ചോനെ, നിത്യജീവിതത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നീ നീക്കിത്തരണേ. ഇതൊക്കെ അങ്ങനെ ദോർക്കും. അതില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലോ ദ്വായുമില്ല, ഒന്നുമില്ല അല്ലേ. ചിലരൊക്കെ നിസ്കാരം പോലും ഇല്ലാത്തവരുണ്ട്. നല്ല സുഖസൗകര്യത്തിൽ ജീവിക്കുന്ന സമയത്ത് നിസ്കാരം പോലും ഉണ്ടാവില്ല. പ്രയാസങ്ങൾ വരുമ്പോഴാണ് നിസ്കാരം തുടങ്ങൽ, പ്രാർത്ഥന തുടങ്ങൽ അല്ലേ. അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യം അള്ളാഹു സ്വീകരിക്കൂല എന്നാണ് ഇപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ച് കേട്ടോ. ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം കൂടി കേട്ടോളൂ. അല്ലാമ ഇമാം സുഫിയാനു സൗരി, പ്രഗത്ഭ പണ്ഡിതനായ സുഫിയാനു സൗരി പറയാണ്, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടുണ്ടാകുന്ന നേട്ടം, ഇന്ന ദുആ യൻഫഉ മിമ്മ നസൽ, അള്ളാഹു നിങ്ങളുടെ നേരെ ഇറക്കിയ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥന ഉപകരിക്കും. ഒമിമ്മ ലം യൻസിൽ, ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നാൽ ഇനി ഇറങ്ങാൻ പോകുന്നുണ്ട് നമ്മുടെ നേരെ, അതിനും ഉപകാരം കിട്ടും. അങ്ങനെ നിങ്ങളുടെ നേരെ വന്ന പരീക്ഷണത്തിൽ നിന്ന് ആസിറ്റീസ് ഉണ്ടാവും, പ്രതിഫലം പരിഹാരം ഉണ്ടാവും. ഇനി ഇറങ്ങാനുള്ളതുണ്ട്, ഇപ്പം നമുക്കറിയില്ല എന്തൊക്കെ ഇനി വരാനുള്ളത്. ഈ ഇരിക്കുന്ന നിങ്ങൾക്കോ എനിക്കോ അറിയില്ല നമ്മളുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ ഉണ്ടാവാനുണ്ട്, അതിനും നമുക്ക് പരിഹാരം ഉണ്ടാവും എന്ന് പറയാം. അതുകൊണ്ട് സുഫിയാൻ സൗരി പറയാണ്, ഫഅലൈക്കും അദ്ദുആ, നിങ്ങൾ പ്രാർത്ഥന നിരന്തരമായി ചെയ്യണേ. ലാ യറുദ്ദൽ ഖലാ ഇല്ല ദുആ, നിങ്ങളുടെ നേരെ വരുന്ന വിധിയെപ്പോലും തടുക്കാൻ പ്രാർത്ഥന കൊണ്ട് കഴിയും. റസൂലുള്ള പറഞ്ഞു, ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു. എന്നാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കേണ്ടത് നമ്മളൊന്നും ദ്വാരക്കാത്ത കാര്യങ്ങളാണ്. റസൂലുള്ള പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ മത്തിന ബി അബ്സാരിന, പടച്ചോനെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നീ കുറക്കല്ലേ. അങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ പൈസ ചോദിക്കാറുണ്ട്, കുടുംബത്തിന് ചോദിക്കാറുണ്ട്, ആരോഗ്യം ചോദിക്കാറുണ്ട്. പക്ഷേ അല്ലാഹുവിൻ്റെ റസൂൽ ഓരോരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. മത്തിന ബി അബ്സാരിന, പടച്ചോനെ കണ്ണിൻ്റെ കാഴ്ച കുറക്കല്ലേ. ഒബി അസ്മായിന, ഞങ്ങളുടെ കേൾവി ശക്തി നീ കുറക്കല്ലേ പടച്ചോനെ. കുവ്വാത്തിന, ഞങ്ങളുടെ പല്ലുകൾക്ക് ഫലക്ഷയം സംഭവിപ്പിക്കരുത് പടച്ചോനെ. എന്തൊക്കെ പറയുന്നത്? കണ്ണിൻ്റെ, കാഴ്ചയുടെ, കേൾവിയുടെ, പല്ലിൻ്റെ. ഇതിപ്പം നിങ്ങൾക്കറിയാലോ, ഒരു 50 വയസ്സായാൽ കണ്ണ് തുടങ്ങി അല്ലേ. 50 വയസ്സായാൽ, 50 വയസ്സാവണ്ട, ചിലർക്കൊക്കെ അതിൻ്റെ മുമ്പ് തന്നെ പല്ല് കൊയ്യാൻ തുടങ്ങും. ഇപ്പം പല ട്രീറ്റ്മെൻ്റ് ഉണ്ട് കൊയ്യാണ്ടൊക്കെ അല്ലേ. അപ്പം മുമ്പൊക്കെ കിട്ടിയതൊക്കെ പറിക്കലേ, ഇപ്പം അങ്ങനെ പറിക്കലിന് ട്രീറ്റ്മെൻറ്റ് ഇല്ലയെന്ന് തോന്നുന്നു അല്ലേ. റസൂലുള്ള പറയണേ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, എൻ്റെ പല്ലിന് ആരോഗ്യം തരാൻ നമ്മളൊന്നും ഇതുവരെ ദ്വാരക്കാത്ത കാര്യമാണ്. നമ്മളൊക്കെ ദ്വാരക്ക എന്താ, നമുക്ക് ആരോഗ്യം കുറയരുത്. കണ്ണിൻ്റെ കാഴ്ച കുറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അള്ളാൻ്റെ ഒരു നമുക്ക് തന്ന കഴിവ് അല്ലേ. അലം നജ്അൽ ലഹു ഐനൈൻ, 2 കണ്ണ് തന്നില്ലേ എന്ന് അള്ളാൻ്റെ ചോദ്യമുണ്ട്. ആ 2 കണ്ണുകൊണ്ട് നിങ്ങൾ കാണേണ്ടത് ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ കാര്യങ്ങളായിരിക്കണം. നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നത് മുഴുവനും പിശാചിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്, അള്ളാഹിനെ സന്തോഷിപ്പിക്കുന്നതല്ല. 90% ആളുകളും ഇപ്പോൾ ഈ കാലഘട്ടം അല്ലേ, പുതിയ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം മോശപ്പെട്ട കാര്യങ്ങളാണ്. അള്ളാഹു തൃപ്തിപ്പെടാത്ത, എന്നാൽ പിശാചിന് അങ്ങേയറ്റം സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളാണ് ഒരു 90% ആളുകളും ശ്രദ്ധിക്കാറുള്ളത്. അതുപോലെ കേൾക്കുകയും ചെയ്യുന്നത് അങ്ങനെ തന്നെ, അതുപോലെ തിന്നുന്നതോ അതും അങ്ങനെ തന്നെ അല്ലേ. ഒരിക്കലും ശരീരത്തിന് ആരോഗ്യം ലഭിക്കുന്ന, പല്ലുകൾക്ക് ആരോഗ്യം ലഭിക്കുന്ന ഭക്ഷണങ്ങളല്ല. റസൂലുള്ള പറഞ്ഞെന്താ അറിയോ,
ഈ പല്ലിൻ്റെ കാര്യം പ്രാർത്ഥിച്ചാൽ പോരാ. റസൂലുള്ള പറഞ്ഞെന്താ അറിയോ? ലൗല അൻ അശുക്ക അല ഉമ്മത്തി, നിന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ല അമർത്തുഹും ബിസ്സിവാക്കി മായ കുല്ലി വുളൂയിൻ, 5 നേരവും ഒളു ഉണ്ടാക്കുമ്പോൾ ദന്തശുദ്ധീകരണം വരുത്താൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. എൻ്റെ അർത്ഥം എന്താ? പല്ലിന് ആരോഗ്യം ഉണ്ടാവണം, എന്ത് വേണം? ദന്തശുദ്ധീകരണം വരുത്തണം. നമ്മൾ ദന്തശുദ്ധീകരണം വരുത്തുന്ന എപ്പോഴാണ്? രാത്രി കിടക്കാൻ പോകുമ്പോൾ. അത് ആർക്ക് ബുദ്ധിമുട്ടില്ലാണ്ടൊക്കെ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ടൊക്കാനല്ല, നിങ്ങളെ ഭാര്യക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ടൊക്കാൻ ഓളും പല്ലേക്കും. ഇവിടെ റസൂലുള്ള പറഞ്ഞ 5 നേരവും ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഇല്ല അമർത്തുഹും ബി സിവാക്കി മായ കുല്ലി വുളൂയിൻ, അല്ലേ? അപ്പോൾ റസൂലുള്ള പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അള്ളാഹു അല്ലാത്ത ഒരാളോടൊന്നും പ്രാർത്ഥിക്കരുത്. മനസ്സ് പള്ളി പോലെ ആക്കണം. എങ്കിൽ മാത്രമേ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കബൂൽ ചെയ്യൂ. ഇനി കബൂൽ ചെയ്യുന്ന ചില രൂപങ്ങളുണ്ട്. അതും കൂടി കേട്ടോളി. ചിലപ്പോൾ നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ തോന്നുന്നുണ്ടാവും എന്ത്? അള്ളാഹ് കബൂലാക്കണില്ലല്ലോ, സങ്കടം ഉണ്ടാവും, അല്ലേ? റസൂലുള്ള പറയാം, മാ അലല്ലി മുസ്ലിമുൻ യദുഉല്ലാഹ ബിദഅവ, ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമും അള്ളാഹിനോട് ദുആ ചെയ്യുന്നില്ല. ഇല്ല അത്താഹു ഇയാഹു, ഒന്നുകിൽ അവൻ ചോദിച്ചത് അള്ളാഹ് കൊടുക്കും. എന്താണോ ചോദിക്കുന്നത് അത് തരും. എന്താ നിങ്ങളിപ്പോൾ അള്ളാഹിനോട് ചോദിച്ചത്? അത് നിഷ്കളങ്കമാണോ? നിങ്ങളെ കൽബ് വള്ളി പോലെയാണോ? എങ്കിൽ അള്ളാഹു എന്തുകൊണ്ട് ഉത്തരം തരും? നിങ്ങൾ ചോദിച്ചതിന് തരും. അല്ലെങ്കിലോ ഔ സറഫ അൻഹു മിനസു, അല്ലെങ്കിൽ നിങ്ങളെ തേടി വരുന്ന ഒരു അപകടം അള്ളാഹു നീക്കി തരും ദുആ കൊണ്ട്. നിങ്ങൾ അറിയാത്തൊരു അപകടം വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, വല്ലാത്ത അപകടം വരേണ്ടതായിരുന്നു, ചെറിയതുകൊണ്ട് കഴിച്ചില്ലായിരുന്നല്ലേ? അതൊക്കെ അള്ളാൻ്റെ നിങ്ങളുടെ ദുആയുടെ ഫല. അത് നിങ്ങൾക്കും എനിക്കൊന്നും കമ്പ്യൂട്ടർ വെച്ച് പഠിക്കാൻ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വഹി മുഖേന പറയുകയാണ്. നിങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരും. അല്ലെങ്കിലോ ഇപ്പോൾ ഒരു തരം നിങ്ങൾ ചോദിച്ചത് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞെന്താ, നിങ്ങൾക്ക് വരാനുള്ള ഒരു ആപത്തിന് ആ പ്രാർത്ഥന തടുക്കും. നിങ്ങൾ ചോദിച്ചത് കിട്ടിയില്ല, പക്ഷേ വേറൊരു പ്രയാസം വരാനുണ്ടായി, അത് തടുത്തു. പിന്നെയോ ഇമ്മാ യദ്ദഖറ ഹാലഹു ഫിൽ ആഖിറ, ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉത്തരം തരുക. നിങ്ങളിപ്പോൾ ഈ ദുആ ചോദിച്ചതിന് ഉത്തരമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസം നീക്കിയിട്ടില്ല എന്നാ മൂന്നാമതൊരു രൂപമുണ്ട് അള്ളാഹിൻ്റെ കബൂലാക്കണേ, പ്രാർത്ഥന കബൂലാക്കുന്ന മൂന്നാമത്തെ രൂപം. എന്താ അറിയോ? അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയും, അൻ യദ്ദഖറ ഹാലഹു ഫിൽ ആഖിറ, പരലോകത്ത് നരകത്ത് പോകേണ്ട വ്യക്തി, അയാൾക്ക് ഈ പ്രാർത്ഥന അള്ളാഹു അവിടത്തേക്ക് നീക്കി വെക്കും. അതിൻ്റെ കൂലി ഇവിടുന്ന് കൊടുത്തില്ല. പരലോകത്ത് സ്വർഗത്ത് പോകാൻ യാതൊരു വഴിയില്ല, എന്നാൽ നരകത്ത് പോവുകയും ചെയ്യും. അപ്പം അള്ളാഹു ഈ പ്രാർത്ഥനയുടെ പ്രതിഫലം അള്ളാഹു അവിടത്തേക്ക് വെക്കും. അപ്പം നമുക്ക് സ്വർഗത്ത് പോകാൻ കഴിയും, നരകത്തിന് രക്ഷപ്പെടാൻ കഴിയും. അപ്പം എന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രാർത്ഥിക്കുന്നതിന് ചില നിയമമുണ്ട്. പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോഴേക്ക് പിന്നെ ഇബ്ലീസിനെ സന്തോഷിപ്പിക്കാൻ മെനക്കെടരുത് കേട്ടോ. വിശുദ്ധ ഖുർആൻ പറയുന്നത് അറിയോ? സൂറത്തുൽ അഅറാഫിൽ അല്ലാഹ് പറയാം, ഉദ്ഉ റബ്ബക്കും തളർറുൻ വഖുഫിയ, നിങ്ങൾ വിനയത്തോടെ ഭയത്തോടെ രഹസ്യമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ഒന്ന് രഹസ്യമായിരിക്കണം, മറ്റൊന്ന് വിനയത്തോടുകൂടി ആയിരിക്കണം. ഇത് രണ്ടും വിട്ടാൽ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, ഇത് രണ്ടും വിട്ട അതിര് കവിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഉണ്ടോ? ഒന്ന് രഹസ്യമായിരിക്കണം, മറ്റൊന്ന് തളർറു ഉണ്ടാവണം, വിനയം ഉണ്ടാവണം. തളർറുവും വേണം, ഖുഫിയത്തും വേണം, രഹസ്യമാവണം, വിനയവും വേണം. അത് വിട്ടാലോ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഉണ്ടോ? അത് ഖുർആനിൽ സൂറത്തുൽ അഅറാഫ് തന്നെ വീണ്ടും പറയുന്നു, ഉദ്ഉ ഖൗഫൻ വതമഅ, നിങ്ങൾ ഭയത്തോടു കൂടിയും അള്ളാഹു സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടും പ്രാർത്ഥിക്കണം. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന മുഹ്സിനീങ്ങളുടെ തൊട്ടടുത്ത് അതിൻ്റെ മറുപടി ഉണ്ടാവും. ഖരീബാണ്, അത് ദൂരത്തല്ല, പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇനിയോ പ്രാർത്ഥന കബൂലാകണമെങ്കിൽ ഇനി ഒരു നിബന്ധനയും കൂടി വിശുദ്ധ ഖുർആൻ വെക്കുന്നുണ്ട്. എന്താ അറിയോ? ജീവിതത്തിൽ ഒരു നിലക്കും മറ്റുള്ളവരുടെ ഹറാമായ മുതൽ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഉണ്ടെങ്കിൽ അള്ളാഹ് കബൂലാക്കൂല. എന്തു ദ്വാരത്തിനൊരു കാര്യമില്ല. പലപ്പോഴും നമ്മൾ ദ്വാരക്കുമ്പം ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നതിൻ്റെ മുമ്പൊക്കെ ഒളു ഉണ്ടാക്കും. ഒളു ഉണ്ടാക്കിയിട്ടാ ദുആ ചെയ്യുക. അത് ഒളു ഉണ്ടാക്കൽ ഷർത്തല്ല കേട്ടോ പ്രാർത്ഥനക്ക്. ഇനി പ്രാർത്ഥിക്കണേ ഒളു ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ ഒളു ഉണ്ടാക്കുന്നത് അഫ്ളലാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒളു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് സലാം ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യറുദ്ദു മറുപടി അറിഞ്ഞില്ല. അതെന്താ കാരണം? റസൂലുള്ളാഹി എന്നിട്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവുമായി സംസാരിക്കാനുള്ള ഒരുക്കത്തിലാണ്. ആ സമയത്ത് നിങ്ങൾ ഈ അശ്രദ്ധമായ രൂപത്തിൽ മറുപടി പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയാണല്ലോ. നിങ്ങൾ ഞാനൊക്കെ പ്രാർത്ഥിക്കുന്ന അസ്സലാമു അലൈക്കും എന്നാണ് ആരുടെ പേരാണത്? സലാം അള്ളാന്റെ പേരാണ്. അസ്സലാം നിങ്ങൾ പറയില്ലേ, അല്ലാഹുമ്മ അൻതസ്സലാം, നീയാണ് പടച്ചോനെ സലാം എന്ന് പറയില്ലേ? അള്ളാന്റെ പേരാ സലാം. അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ആ അള്ളാഹുവിന്റെ അനുഗ്രഹം, അതാണ് അവിടെ അള്ളാഹ് എന്ന് പറയുന്നത്. സലാം അള്ളാന്റെ പേരാ. അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയണത്. അപ്പൊ ഞാൻ ഒളു ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മറുപടി ഒളു ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ ഒളുവോടുകൂടി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഹൈർ. അപ്പോൾ ഒളു ഉണ്ടാക്കി കഴിഞ്ഞ് ദ്വാരക്കുമ്പോൾ നല്ല ഭയം വേണം, അതോടൊപ്പം പ്രതീക്ഷ വേണം. അങ്ങനെ പ്രതീക്ഷയോടും ഭയത്തോടും കൂടി പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങൾക്ക് അള്ളാഹു ഉത്തരം അടുത്തു തന്നെ നൽകുന്നതാണ്. ഇനി രണ്ടാമതൊരു കാര്യം, സ്വീകരിക്കണമെങ്കിൽ ഹലാല് തിന്നാവും, വയറ്റിൽ ഹറാം ഉണ്ടാവരുത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ്, പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, സഹാബാക്കളെ, ഇന്നല്ലാഹ തയ്യിബ്, അള്ളാഹു വിശുദ്ധനാണ്, ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, വിശുദ്ധമായതല്ലാതെ അള്ളാഹ് സ്വീകരിക്കൂല. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, മുർസലീങ്ങളോട് പ്രവാചകന്മാരോട് അള്ളാഹു കൽപ്പിച്ചത് മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചിരിക്കുന്നു. എന്താ പ്രവാചകന്മാരോട് കൽപ്പിച്ചത്? സുമ്മത്തല, പിന്നെ പ്രവാചകൻ ഓതി, യാ അയ്യുഹർ റുസുലു കുലൂ മിനത് തയ്യിബാത്ത് വഅമലൂ സാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. സൂറത്തുൽ മുഅ്മിനൂൻ. എന്താ പറഞ്ഞത്? യാ അയ്യുഹർ റുസുൽ, അല്ലയോ പ്രവാചകന്മാരെ, കുലൂ മിനത് തയ്യിബാത്ത്, വിശിഷ്ടമായത് തിന്നാവൂട്ടോ. ഉണ്ടോ? തിന്നുന്നത് വിശിഷ്ടമാവണമെന്ന് ആരോടാ പറയുന്നത്? പ്രവാചകന്മാരോട്. അത് തന്നെയാണ് മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചത്. കേട്ടോ? സുമ്മത്തല യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് തയ്യിബാത്ത് വഅമലൂ സാലിഹ, എന്നിട്ട് വേണം സൽക്കർമ്മം ചെയ്യാൻ. വിശിഷ്ടമായ ഹലാലായത് ഭക്ഷിക്കാത്ത ഒരാളും സൽക്കർമ്മം ചെയ്തിട്ട് കാര്യമില്ല. ആ സൽക്കർമ്മം വെറുതെ വെള്ളത്തിൽ വരഞ്ഞ പോലെ ഉണ്ടാവും. വെള്ളത്തിൽ നിങ്ങളെ പേരെഴുതിയ കാണുമോ? അതുപോലെ. അപ്പൊ വിശിഷ്ടമായത് ഹലാല് തിന്നണം, എന്നിട്ട് ദ്വാരക്കണം. അതുകൊണ്ടാണല്ലോ നമ്മൾ വിശിഷ്ടരായ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സാലിഹായ മനുഷ്യന്മാരോട് ദ്വാരക്കാൻ വേണ്ടി പറയുന്നത്, അല്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജ്യേഷ്ഠന്മാർ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബാപ്പാനോട് പറയാം മക്കൾ. അതിൻ്റെ കാരണം സാലിഹായ മനുഷ്യന്മാരോട് ദ്വാരക്കാൻ വേണ്ടി നമ്മളൊക്കെ പറയാറില്ലേ? അപ്പം നമ്മൾ പരസ്പരം അങ്ങോട്ട് വസിയത്ത് ചെയ്യാം, അല്ലേ? നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം. അപ്പം നമ്മൾ പറയും, നമുക്ക് ഇരുകൂട്ടർ നമുക്ക് ദ്വാരക്കാൻ, അല്ലേ? പറയില്ലേ? അതൊന്നൊരു കുട്ടിക്കളിയല്ല ദ്വാ ചെയ്യൽ. ദ്വാ ചെയ്യാൻ വസിയത്ത് ചെയ്യുക, കേട്ടോ? അപ്പം ഈ ദ്വാ എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്. ദ്വാ ചെയ്യാത്തവരോട് അള്ളാഹു ശിക്ഷിക്കും. ഇനി ദ്വാ ചെയ്താൽ സ്വീകരിക്കണമെങ്കിലോ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താ? ഭക്ഷണം ഹലാലായിരിക്കണം, അല്ലേ? എന്നാലോ നിങ്ങൾ എന്ത് തിന്നു, എന്ത് പ്രവർത്തിച്ചു എന്ന് അള്ളാഹു അറിയും. ഇന്നി ബിമാ തഅമലൂന അലീം. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹ്ക്ക് നല്ലോണം അറിയാം. ഇത് നിങ്ങൾ എന്ത് തിന്നു, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി, നിങ്ങൾ എന്ത് ഭക്ഷണം തിന്നത്, ആരെ പറ്റിച്ചു, ഹലാലാണോ അധ്വാനിച്ചതാണോ? ഇപ്പം സാധാരണ ജോലിക്ക് വരെ പോകുന്ന ആളുകൾ ശമ്പളം എന്ന് പറയാന്നല്ലാണ്ട് അതിന് ജോലി ചെയ്യാത്ത ആൾക്കാർ എത്ര ഉണ്ട് അറിയും? വെറുതെ തിരിഞ്ഞളിച്ചിട്ട് പൈസ ഉണ്ടാക്കുക ഹലാലല്ല. ഏത് ആളുകൾ വിചാരിക്കുക കച്ചവടം ചെയ്യുന്നവർ മാത്രമല്ല വഞ്ചിക്കുന്നല്ല, പണിക്ക് പോണവർ വഞ്ചിക്കുന്നുണ്ട്, ഇല്ലേ? നേരക്ക് പണിയെടുക്കൂല, ശമ്പളത്തിനോ ഭയങ്കര സമരമാണ്, അല്ലേ? ഇതൊന്ന് ഹലാലാവണം എന്ന് ആഗ്രഹിക്കുക ആരെങ്കിലും? ഇല്ല. ഞാൻ എൻ്റെ കുട്ടികൾക്കും എൻ്റെ മക്കൾക്കും ഇത് കൊടുത്താൽ അവരും കൂടി നരകത്തിലാവുമല്ലോ, ഉണ്ടാവില്ലേ? നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ ഹലാലല്ലെങ്കിൽ നിങ്ങളെ ഭാര്യക്കും മക്കൾക്കും നിങ്ങൾ പോറ്റിയാൽ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അയ്യുമാ ലഹമിൻ നബത്തമിൻ സുഹത്ത്, ഹറാമിൽ വളരുന്ന ഏത് ശരീരവും ഔലാഫിന്നാർ, നരകത്തിന് അവകാശപ്പെട്ടതാണ്, നരകത്തിന് അർഹതപ്പെട്ട ആ ഏത് ശരീരം വളർന്നാലും ഹറാമിലൂടെ. ആളുകൾക്ക് പൊരുത്തമില്ലാണ്ട് ചിലരൊക്കെ സാധനം വാങ്ങിയ എൻ്റെ പടച്ചോനെ ധന്യത്തടിക്കും, അല്ലേ? വല്ലാത്തൊരു കുടുക്കിലാവും കുടുക്കി, അല്ലെ ഇന്നെ പറ്റിച്ചല്ലോന്ന് പറയല്ലേ? പലപ്പോഴും പറയാറുണ്ട്. ഇത്തക്കി ദൈവത്തിൽ മതിലും മർദ്ദിതന്റെ പ്രാർത്ഥന സൂക്ഷിച്ചോ. ലൈസ ബൈനഹ ബൈനല്ലാഹി ഹിജാബ്,
ആ പ്രാർത്ഥനയുടെയും അള്ളാഹിൻ്റെയും ഇടയിൽ യാതൊരു മറിയില്ല, നേരിട്ട് പോവും. നമ്മളെന്താ പറയുക, ISDO? ഇപ്പം ISDO ഒന്നല്ലല്ലോ അല്ലേ, അത് പഴയതാ. ഏതോട്ടെ, യാതൊരു മറിയില്ലാണ്ട് റബ്ബ് സ്വീകരിക്കും. ചിലരൊക്കെ എത്ര പ്രാവശ്യം നെഞ്ഞത്തടിക്കുന്നു അറിയോ? ചിലരൊക്കെ സാധനം വിൽക്കുമ്പോഴേ പറ്റിച്ചാളും. ഈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, ഫ്രൂട്ട്സൊക്കെ കച്ചവടക്കാരുണ്ട്, ഒരു കാണാൻ നല്ല മൊഞ്ചുള്ളതൊക്കെ ആക്കി പുറത്തേക്ക് വെക്കും അല്ലേ, എന്നിട്ട് നമുക്ക് തരുമ്പം രണ്ടും കൂടി മിക്സ് ചെയ്താളും. നല്ലതും പെറുക്കിടും. അതിൽ പലപ്പോഴും അതുപോലെ പെറുക്കൽ എങ്ങനെ വെച്ചാൽ, 1 കിലോ ഓറഞ്ച് പറഞ്ഞാൽ ആ ഓറഞ്ച് 1 കിലോ എടുത്താൽ കുറച്ചും കൊടുത്തു പറയും. അതിന് തോനെടുത്തതിന് ശേഷം ബാക്കി കുറച്ച് മൂപ്പര ഇവിടെ എടുത്ത് വെക്കും. ഇവിടെ മൂപ്പര് നിൽക്കുന്ന കാലം അതിൻ്റെ മേലെ ഉണ്ടാകുക ആ ഒരു നാരങ്ങൻ്റെ അട്ടിയച്ച്. അപ്പം നമുക്ക് കാണൂല. അപ്പം നിങ്ങൾ തൂക്കിയിട്ടൊക്കെ അധികം എന്നിട്ട് ഇങ്ങോട്ട് എടുത്ത് വെക്കും, എന്നിട്ട് മോശമുള്ളതൊക്കെ ഇങ്ങോട്ട് പിന്നെയും വെക്കും. പക്ഷെ നമ്മളാ തിരഞ്ഞെടുത്തുണ്ടാകുക. ഓൻ ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് ഓൻ്റെ ഭാര്യയും മക്കളെയും പോറ്റി വീടുണ്ടാക്കി മോളെ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച് 5 മക്കളായി. നല്ല ഹരായിരിക്കും അല്ലേ? അയ്യുമാ ലഹ്മിൻ, ഏത് ശരീരമാകട്ടെ, നബത്തമിൻ സുഹത്ത്, ഹറാമിലൂടെ വളർന്നാൽ ഫന്നാറു ഔല, നരകം അവർക്ക് അർഹതപ്പെട്ടതാണ്. എല്ലാവർക്കും നമ്മൾ വാങ്ങിക്കൊടുത്തു. നമ്മൾ നയിച്ചിട്ട് പോറ്റാടെന്നാൽ, നമ്മൾ ഹറാമിലൂടെ പോറ്റിയാൽ നമ്മളെ കുടുംബവും കൂടി നരകത്തിലെത്തും. അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അള്ളാഹ് കബൂലാക്കൂല്ല നമ്മളെ പ്രാർത്ഥന. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ബുദ്ധിമുട്ടിപ്പോവും കേട്ടോ. ഇനി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശ്വാസികളോട് പ്രത്യേകം വിളിച്ച് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിന തയ്യിബാത്ത്, വിശ്വസിച്ചവരെ നിങ്ങൾ ഭക്ഷിച്ചോളൂ, മിനി തയ്യിബാത്ത്, വിശിഷ്ടമായത്, ഹലാലായത്, മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് നൽകിയിരുന്നു. സുമ്മ ദക്കർ റജുൽ, പിന്നെ അള്ളാൻ്റെ ഈ റസൂൽ ഈ ആയത്ത് സഹാബത്തിന് പഠിപ്പിച്ചതിന് ശേഷം, നിങ്ങൾ വിശുദ്ധമായത് ഹലാലെ തിന്നാവൂ എന്ന് പഠിപ്പിച്ച ശേഷം റസൂല പറഞ്ഞു റജുല, ഒരു മനുഷ്യനെ പറ്റി. ആ മനുഷ്യൻ എന്താ? യുത്തീലു സഫർ, ദീർഘമായി യാത്ര ചെയ്യുന്നൊരു മനുഷ്യൻ, സുദീർഘമായി യാത്ര ചെയ്യാം, അങ്ങനത്തെ ഒരാൾ. എന്നിട്ടോ അഷ്ഖസ അഖ്ബറ, അദ്ദേഹത്തിൻ്റെ മുടിയെല്ലാം ജട കുത്തിയിട്ടുണ്ട്, വസ്ത്രമെല്ലാം അഴുക്ക് പുരണ്ടിട്ടുണ്ട്, പൊടി പുരണ്ടതാണ്. എന്നിട്ട് അദ്ദേഹം യമുദ്ദു യദൈ ഇലസമായി, 2 കൈകളും ആകാശത്തേക്ക് നീട്ടിയിരിക്കുന്നു, മുടി ജടകുത്തി, വസ്ത്രം അഴുക്ക് പുരണ്ട്. നമ്മൾ കണ്ടാൽ എന്ത് വിചാരിക്കും? വല്ല ഔലിയറ്റാന്ന് വിചാരിക്കും അല്ലേ? യമുദ്ദു യദൈഹി ഇലസമായി, 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അയാൾ പറയുന്നു, യാ റബ്ബ് യാ റബ്ബ്, ഒരു തെറ്റും പറയുന്നില്ല, റബ്ബേ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് റസൂല പറയാ, 14 നൂറ്റാണ്ട് മുമ്പാ റസൂല സഹാബത്തിന് വിശദീകരിക്കുന്നു, മത്അമുഹു ഹറാമുൻ, അവൻ ഇന്നേൾ വരെ തിന്നത് ഹറാമാണ്, അവൻ്റെ ഭക്ഷണം ഹറാമാണ്. മഷ്റബു ഹറാം, അവൻ ഇതുവരെ കുടിച്ചു വളർന്നതും ഹറാമാണ്. മൽബസു ഹറാം, അവൻ ഇതുവരെ ധരിച്ച വസ്ത്രവും ഹറാമാണ്. ഊദിയ ബിൽ ഹറാം, ഹറാം തിന്ന് വളർന്നതാണ്. അതുകൊണ്ട് ഫഅന്നാ യുസ്തജാബു ലഹു, അവൻ കൂടുന്ന ഉത്തരം കിട്ടാൻ. വെറുതെ യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുടിയൊക്കെ ജടകുത്തി, വസ്ത്രമൊക്കെ അഴുക്ക് പുരണ്ട്, റബ്ബേ റബ്ബേ എന്ന് വിളിച്ചിട്ട് ഇപ്പോൾ ഇതിലെ ഒരാൾ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയും? നല്ലൊരു മനുഷ്യനാട്ടോ, വളരെ പാവ അല്ലേ, വിളിക്കുന്നത് ഇപ്പോൾ റബ്ബേ റബ്ബേ. എന്നിട്ട് അല്ല പറയാ, അതാണ് റസൂൽ പറഞ്ഞു കൊടുക്കുക, വഹി കൊടുക്കുക, എന്ന് അയാൾ തിന്നതെല്ലാം ഹറാമാണ്, അയാൾ കുടിച്ചത് ഹറാമാണ്, അയാളുടെ വസ്ത്രം ഹറാമാണ്, അയാൾ വളർന്നത് ഹറാമാണ്. ഫഅന്നാ യുസ്തജാബു ലഹു, ഓടുന്ന മറുപടി കിട്ടുക. അപ്പം എന്ത് മനസ്സിലായി? ഭക്ഷണവും എന്താവണം? വിശുദ്ധമാവണം. എങ്കിൽ മാത്രമേ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് പ്രാർത്ഥന കബൂൽ ചെയ്യാൻ മനസ്സിന് പള്ളി പോലെ ആക്കുക, അള്ളാഹു എല്ലാത്തോടും വിളിച്ച് പ്രാർത്ഥിക്കാതിരിക്കുക, പ്രതീക്ഷയോട്ട് പ്രാർത്ഥിക്കുക. അൻതും മൂക്കിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കുക. അശ്രദ്ധമായ മനസ്സിലൂടെയുള്ള പ്രാർത്ഥന ഉയരാതിരിക്കുക. അങ്ങനെ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകൂടി പ്രാർത്ഥിക്കും. അങ്ങനെ ഒരുപാട് നിബന്ധനകളോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും നമ്മുടെ ദുരിതങ്ങളുമൊക്കെ അള്ളാഹു നീക്കിത്തരും. സന്തോഷാവസ്ഥയിൽ കൂടുതൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. സുഖവും സന്തോഷവും കളിയാടുമ്പോൾ നിരന്തരമായി പ്രാർത്ഥിക്കുക. അപ്പോൾ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കബൂൽ ചെയ്യുകയും നമ്മളുടെ പ്രശ്നത്തിൽ അള്ളാഹു ഇടപെടുകയും ചെയ്യും. അങ്ങനെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മെ തേടി വരുന്നതും ഇറങ്ങിയതും ഇനി ഇറങ്ങാനിരിക്കുന്നതുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹൃതമാകും വിധമുള്ള പ്രാർത്ഥന വളരെ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് ഉയരുന്ന വിശ്വാസികൾ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫാ അമ്മാ ബഅദ്.
അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ സൂക്ഷിച്ചും പരിപാലിച്ചും തഖ്വയോടുകൂടി ജീവിച്ചും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടി നമ്മുടെ പ്രാർത്ഥന കബൂലാകുന്ന നിലക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. വളരെ സുപ്രധാനമായ ഒരു സന്ദേശമാണ് ഇനി നിങ്ങൾക്ക് നൽകാനുള്ളത്. ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ കഅബാലയത്തെ ആക്രമിക്കുന്ന ഒരു രംഗമുണ്ടായി. കഅബയെ ആക്രമിക്കുക. ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കളായിരുന്നു കഅബയെ ആക്രമിച്ചത്. കറാമിത്തുകളിൽപ്പെട്ട ഷിയാക്കൾ. അവർ കഅബാലയത്തിൻ്റെ വാതിലുകൾ ചവിട്ടിപ്പൊളിക്കുകയും അതിനകത്തുണ്ടായിരുന്ന നിരവധി വിശ്വാസികളായ ആളുകളെ കൊന്നു തീർക്കുകയും അങ്ങനെ വളരെ അപകടകരമായ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു രക്ഷയുമില്ലാതെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്തു ഈ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ. പക്ഷേ അപകടം ക്രമാതീതമായി വർദ്ധിക്കുകയല്ലാതെ അത് കുറയുന്നില്ല. അപ്പോൾ ആ സമയത്ത് അന്നാളിലുണ്ടായിരുന്ന അക്കാലത്തെ ഏറ്റവും വലിയ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്നു അഷൈഖ് ഇബ്രാഹിമുൽ കർമാനി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആളുകൾ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് ദുആ ചെയ്തു, ഇപ്പോഴും കഅബാലയത്തിൻ്റെ ഭിത്തികൾ തകർക്കുന്നു, വാതിലുകൾ തകർക്കുന്നു, മനുഷ്യന്മാരെ കൊന്നൊടുക്കുന്നു, റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് അല്ലാഹു കബൂൽ ചെയ്യുന്നില്ല. എന്താണ് കാരണം? അപ്പം അദ്ദേഹം ചില കാരണങ്ങൾ മുന്നോട്ട് വെച്ചു. ആ കാരണം നമുക്ക് കേൾക്കാം. അദ്ദേഹം പറഞ്ഞ കാരണം, അഖറു ബില്ല വ തറക്കു അംറഹും. നിങ്ങൾ അള്ളാഹു ഉണ്ടെന്ന് സമ്മതിച്ചു, പക്ഷേ വ തറക്കു അംറഹും, അള്ളാഹിൻ്റെ കൽപ്പനകൾ എടുക്കൂല, ജീവിതത്തിൽ പാർത്തൂല കൽപ്പന. അങ്ങനെ അള്ളാഹിൻ്റെ കൽപ്പന ജീവിതത്തിൽ പാർത്താത്ത ആളുകളുടെ പ്രാർത്ഥനയും അള്ളാഹു കബൂലാക്കൂല. ഒന്ന്. പിന്നെയോ ഖാലു നുഹിബു റസൂൽ, ഞങ്ങൾക്ക് റസൂലിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വലം യത്തബിയു സുന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു സുന്നത്തും ജീവിതത്തിൽ ഉണ്ടാവില്ല, ഓൻ്റെ പ്രാർത്ഥന അള്ളാഹ് കബൂലാക്കൂല. അപ്പം നമ്മൾ എന്ത് കാര്യം പറഞ്ഞാൽ എന്താ പറയുക, അത് സുന്നത്തല്ലേ, നമുക്കൊരു അവഗണന അല്ലേ, അത് സുന്നത്തല്ലേ. എന്തിനാ ഇപ്പം സുന്നത്തിൻ്റെ മുകളിൽ ഇത്ര മണിക്കൂറിന് അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലേ. ഫർള് നമ്മൾ നിർവഹിച്ചില്ലേ, അതുപോലെ സുന്നത്തിനോട് അവഗണന, അങ്ങനെയുള്ള ആളുകളുടെ പ്രാർത്ഥന അള്ളാഹ് കബൂലാക്കൂല. പിന്നെ ഖറഉൽ ഖുർആൻ, ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ വലം യഅമലു ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കൂല, പഠിച്ച ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കൂല, ഓല പ്രാർത്ഥന അള്ളാഹ് കബൂലാക്കൂല. ചില്ലറടങ്ങറല്ല, ഖുർആൻ പഠിച്ചാലും പോരാ, അത് പഠിച്ച ജീവിത പ്രവർത്തിയില്ലേലും ഓരോ പ്രാർത്ഥന അള്ളാഹ് കബൂലാക്കൂല കേട്ടോ. ഇനിയോ സഅമു ഹുബ്ബുൽ ജന്ന, സ്വർഗത്തിൽ കയറാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് എപ്പോഴും പറയും, പക്ഷെ വ തറക്കു തരീഖഹ, ആ സ്വർഗത്തിലേക്ക് എത്തേണ്ട വഴിയെല്ലാം ഉപേക്ഷിച്ചാളും, അതെടുക്കൂല. സ്വർഗത്തിന് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ സ്വർഗത്തിലേക്ക് കയറാനുള്ള വഴികളോ അത് ഒഴിവായിക്കാളും. പിന്നെ നക്റഹുന്നാർ, നരകത്തെ പഠിച്ചവനെ നരകത്തിൽ നിന്ന് കഴിച്ചിലാക്കണമെന്ന് എപ്പോഴും തോർക്കും, പക്ഷേ വ സഹമു തരീഖഹ, ആ നരകത്തിലേക്ക് പോകുന്ന വഴി തിക്കും തിരക്കുക. നരകത്തിലേക്ക് പോകുന്ന വഴികളിൽ അതിൽ തിരക്കുക. അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? കൂടുതൽ വിശദീകരിക്കേണ്ട മനസ്സിലാവില്ലേ? അവിടെ തിരക്കുള്ളു അല്ലേ, നരകത്തിൽ പോകേണ്ടടുത്ത് ഭയങ്കര തിരക്കാണ്. നിങ്ങളുണ്ടില്ലേ ചില സമയത്ത് ചില ആളുകളുടെ ഫോണൊക്കെ വിളിച്ചാൽ എത്ര വിളിച്ചാലും കിട്ടൂല, തിരക്കില്ല. കാരണം മൂപ്പര് കാര്യമായ വിഷയം സംസാരിക്കുകയല്ല, ആരോ പച്ചർച്ചി തിന്നായിരിക്കും. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ അല്ലേ, അരമണിക്കൂർ ഒരു മണിക്കൂർ ഒരു ഫോണ്. കസ്റത്തുൽ കലാം എന്നെന്താവും, അധികരിച്ച സംസാരം തന്നെ എന്താ, കസ്റത്തുൽ ലഹത്താൻ, അപകടം കൂടുതലുണ്ടാക്കും, ഗുണം ഏതായാലും ഉണ്ടാവില്ല, ശ്രദ്ധിക്കുക. അപ്പോൾ നക്റഹുന്നാർ, നരകത്തിനോ പഠിച്ചവനെ രക്ഷപ്പെടുത്തുന്ന കഴിച്ചിലാക്കണേന്ന് പറയും, പക്ഷേ സഹമു തരീഖഹ, വഴിയിലേക്ക് തിക്കും തിരക്കുക. പിന്നെ വക്കാലു, ജനങ്ങൾ പറയും, ഇന്ന ഇബ്ലീസ് അബ്ദുവന, ഇബ്ലീസ് നമ്മളുടെ ശത്രുവാണ് എന്നവർ പറയും. പക്ഷേ ഫവാഫഖു, അവനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കും, ഇബ്ലീസിനോട് യോജിച്ച് പ്രവർത്തിക്കുക.
ഇബ്ലീസിന് സന്തോഷമുള്ള കാര്യം എന്തൊക്കെയാണ് അതൊക്കെ ചെയ്യും കേട്ടോ. എന്നിട്ടെന്തായിരിക്കും അതും കബൂലാവില്ല. അപ്പം ചുരുക്കത്തിൽ നമ്മളെ പ്രാർത്ഥനക്കൊന്നും കബൂലാവാൻ വലിയ പ്രയാസമാണ് അല്ലേ. ദഹനു അംവാത്തക്കും, മയ്യത്തുകൾ കൊണ്ടുപോയി മറമാടും. പക്ഷെ ഫലം എഴുത്തബിറു, പാഠം ഉൾക്കൊള്ളൂല. എത്ര വലിയ വലിയ പണക്കാരുടെ മയ്യത്താ കൊണ്ടുപോയി മറാടിയത്. നമ്മളിപ്പോൾ ആരായിരുന്നു? ഭയങ്കര സമ്പന്നനായിരുന്നു, കോടീശ്വരനായിരുന്നു, പണ്ഡിതനായിരുന്നു, കൊണ്ടുപോയി മറാടിയില്ലേ, എന്തുണ്ടായി ബാക്കി? ഇതുപോലെ നാളെ ഞാനും പോണ്ടേ? അങ്ങനെ പാഠം ഉൾക്കൊള്ളൂല അല്ലേ. വലിയ വലിയ മണിമേടകളിൽ നിന്ന് മയ്യത്ത് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും പിറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കും, മയ്യത്തും കെട്ടിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലേ. ഇല്ലല്ലോ, അങ്ങോട്ട് കയറൂല്ല ഇനി അല്ലേ, അവസാനത്തെ ഇറക്കാം. പക്ഷെ അത് കൊണ്ടുപോകുന്ന ഇവനായിരുന്നൊരു പാഠം പഠിക്കൂല, ഓൻ്റെ ദുആയും അല്ലാഹു കബൂലാക്കൂല. അപ്പം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇതിനൊരു പാഠം ഉൾക്കൊള്ളണ്ടേ? നിരന്തരമായി ഒരു പാഠവും അതിന് ഉൾക്കൊള്ളൂല. പിന്നെ ഇനി അയാൾ വേറെ പണി എന്താ? ഇഷ്ടാലൂബി ഒയൂബി ഇഹ്വാനിയും, തൻ്റെ സഹോദരന്മാരുടെ ന്യൂനതകൾ പ്രചരിപ്പിക്കും. അതിങ്ങനെ പറഞ്ഞു നടക്കുക. ഓലോട് അങ്ങനെ ഉണ്ടായി, ഇവരോട് അങ്ങനെ ഉണ്ടായി, അത് അന്വേഷിച്ച് നടക്കുക. ഓൻ്റെ പ്രാർത്ഥന അല്ലാഹു കബൂലാക്കൂല. ഇപ്പം എന്താ നിങ്ങൾ ഹാലാലോചിച്ച് നോക്കിയാൽ ഇന്ത്യ നിങ്ങൾ ഈ കാര്യം ഏകദേശം തീരുമാനമായി അല്ലേ. വെറുതെ നിൽക്കുകയാണെങ്കിലൊക്കെ നമ്മൾ പലരുടെയും കാര്യങ്ങൾ അന്വേഷിക്കും. അതറിയാൻ ഭയങ്കര താല്പര്യമുള്ളവരുണ്ട് അല്ലേ. സ്വന്തം ന്യൂനതകൾ കാണൂല. എൻ്റെ കണ്ണിലെ മുട്ടിക്കഷ്ണം ഞാൻ കാണൂല, മറ്റുള്ളവരുടെ അന്യരുടെ കണ്ണിലെ കരടും തിരഞ്ഞെടുക്കുകയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കവിതയുള്ള അന്യരുടെ കരടുകൾ കണ്ടെത്താൻ ശ്രമിക്കും, സ്വന്തം കണ്ണിലെ മുട്ടിക്കഷ്ണം കാണൂല. ഇതൊക്കെ എനിക്ക് അപകടമാണ്. ഇങ്ങനെയുള്ള ആളുകളൊന്നും അള്ളാഹിനോട് ദ്വാരുന്ന അള്ളാഹ് കബൂലാക്കൂല കേട്ടോ. പിന്നെ ജമാഉൽ മാൽ, ആകെ പണി പൈസ ഉണ്ടാക്കല. ദുനിയാവിലെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഓൻ്റെ പൈസ ഉണ്ടാക്കല. ജമാഉൽ മാൽ ഓ നസൗൽ ഹിസാബ്, അതിൻ്റെ സക്കാത്തിൻ്റെ കണക്കാണ്ട് മറന്നു പോകും. മൂപ്പർക്ക് ഓർമ്മ ഉണ്ടാവില്ല, എത്ര ഉണ്ടായിരുന്നോ എത്ര കൊടുത്തുന്നോ ഒരു കണക്കും ഉണ്ടാവില്ല. പൈസ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ സക്കാത്തൊന്നും കൃത്യമായിട്ട് കൊടുക്കൂല. ഓൻ്റെ പ്രാർത്ഥന അല്ലാഹു കബൂലാക്കൂല. പിന്നെ നഫദുൽ ഖുബൂർ, ഖബറുകൾ തകർത്താലും ഓ ബനൗൽ കുസൂർ, കൊട്ടാരങ്ങൾ പണിയും. ഖബർസ്ഥാനം അത് തകർത്താലും വേണ്ടില്ല, ഓൻക്ക് കൊട്ടാരം പണിയണം അവിടെയും. ആ അവസ്ഥയിലേക്ക് ആളുകൾ മാറും. ഓൻ്റെ ഒന്നും പ്രാർത്ഥന അല്ലാഹു കബൂലാക്കൂല കേട്ടോ. അപ്പം അതുകൊണ്ട് അല്ലാഹു കബൂലാക്കുന്ന വിധം നമ്മളുടെ പ്രവർത്തനങ്ങൾ ശുദ്ധീകരിക്കുക, അള്ളാഹുലേക്ക് അടുത്ത് ജീവിക്കുക. അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി തീർന്നു അവസാനം പിരിയുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു മയ്യത്തായി ഭൂമിയിൽ നിന്ന് വിട പറയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്ത് മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക് അള്ളാഹു പരലോകത്തും മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഷ്ടപ്പെട്ട് ആശുപത്രികളിലും വീടുകളിലും രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.